കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിനെ പൊതുവേദിയിൽ പിന്തുണച്ച് ശിവഗിരി ട്രസ്റ്റ് ബോർഡ് അംഗം ഗുരുപ്രസാദ് സ്വാമികൾ. ജനീഷ് കുമാർ കോന്നിക്കാരുടെ എം.എൽ.എ. ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. അതിനുള്ള അനുഗ്രഹം ഗുരു നൽകുമെന്നും ഗുരുപ്രസാദ് സ്വാമികൾ പറഞ്ഞു. ജനീഷിനെ വിളിക്കുമ്പോൾ ജനീഷ് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാരണം കോന്നിയിൽ ജനിച്ച ഒരു എം.എൽ.എ. ശിവഗിരിയിൽ തീർത്ഥാടനത്തിന് ആര് പറഞ്ഞു ക്ഷണിച്ചു? അപ്പൊ എന്റെ മനസ്സിൽ ജനീഷിനെ കുറിച്ച് മുൻപേ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അന്ന് വിളിക്കുവാനുള്ള കാരണം ജനീഷിലുള്ള ഗുരുദേവനുള്ള ഭക്തി, ജനീഷിന്റെ പ്രവർത്തന ശൈലിയൊക്കെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിൽ കണ്ടിരുന്നത് കൊണ്ടാണ്. അപ്പൊ ജനീഷിനെ തീർച്ചയായിട്ടും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ, വീണ്ടും കോന്നിക്കാരുടെ എം.എൽ.എ. ആയിട്ട് വരുവാനെന്നാണ് നമ്മുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും അതിനുള്ള ശ്രീരാജ് ബാബു ഉണ്ട് വിവരങ്ങളുമായി. ശ്രീരാജ്, സ്വാമികൾ പറയുന്നത് ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു നിരുപാധികം പിന്തുണയാണോ, വ്യക്തിപരമായ അഭിപ്രായമാണോ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ള ആളുകൾ അടൂർ പ്രകാശിനു വേണ്ടി രംഗത്ത് വന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ജനീഷ് കുമാറിന് അതേ മണ്ഡലത്തിലെ അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ കോന്നി മണ്ഡലത്തിലേക്ക് അടൂർ പ്രകാശ് വേണമെന്ന തരത്തിലായിരുന്നു സ്വാമി സച്ചിദാനന്ദയുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്ന വാർത്തകൾ വന്നത്. അതേ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗുരുപ്രസാദ് സ്വാമികളുടെ പിന്തുണ ഉണ്ടായിരിക്കുന്നത്. ജനീഷ് കുമാറുമായുള്ള സൗഹൃദം കൂടി പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ജനീഷ് കുമാറിനെ പിന്തുണച്ചത്. ഗുരുദേവൻ്റെ അനുഗ്രഹം ജനീഷ് കുമാറിന് എപ്പോഴും ഉണ്ടാകും. ഗുരുദേവൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടുകൾ അതിനെ പിന്തുടരുന്ന ഒരാളാണ് ജനീഷ് കുമാർ. അത് ജനീഷ് കുമാറിൻ്റെ പ്രവൃത്തിയിലും ജനീഷ് കുമാർ ആളുകളോട് ഇടപെടുന്നതിലുമെല്ലാം തന്നെ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് കോന്നിയിൽ നിന്നുമുള്ള നിയമസഭാംഗമായി ജനീഷ് കുമാർ തന്നെ വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഗുരുപ്രസാദ് സ്വാമികളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നത്. ഗുരുധർമ്മ പ്രചാരണ സഭ കോന്നിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് വോട്ടർമാരെ അടക്കം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഴവ വോട്ടുകൾ ധാരാളമായുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോന്നി നിയോജക മണ്ഡലം. അവിടെ അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെയുള്ള വാർത്തകളും എല്ലാം വന്ന ഘട്ടത്തിലായിരുന്നു സ്വാമി സച്ചിദാനന്ദ ഇത്തരത്തിൽ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കണമെന്ന തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്. അങ്ങനെ അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ നടന്ന പരിപാടിയിൽ ജനീഷ് കുമാറിന് നിരുപാധികം പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഗുരുപ്രസാദ് സ്വാമികൾ സംസാരിച്ചത്. വ്യക്തമാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുപ്രസാദ് സ്വാമി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജനീഷിനെ പിന്തുണയ്ക്കുന്ന നിലയിലാണ് സംസാരിക്കുന്നത്. കൊല്ലം